വിദ്യാർത്ഥികളും യുവജനങ്ങളും ദില്ലിയിൽ നടത്തിയ സമരത്തിൻ്റെ അലയൊലി അടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ പുതിയ സംഘടന രൂപം കൊണ്ടിരിക്കുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് നേരത്തെ സമരം നടന്നത്. വിദ്യാർത്ഥികളും യുവജനങ്ങളും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ, അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു. വിദ്യാർത്ഥികളും യുവജനങ്ങളും തെരുവിലിറങ്ങി. ദില്ലി മുതൽ സംസ്ഥാനങ്ങളിലേക്ക് സമരം പടർന്നു. എല്ലാ വിഭാഗം ജനങ്ങളും സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നു. വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങി. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. BJP സർക്കാർ കിട്ടുകിട്ടാ വിറച്ചു. സമരം നീണ്ടുപോയാൽ സർക്കാർ തന്നെ നിലംപതിക്കുമോ എന്ന സംശയം ഉയർന്നു വന്നു. അതേ തുടർന്ന് മന്ത്രിയെ രാജിവെപ്പിച്ച് മുഖം രക്ഷിച്ചു സർക്കാർ. CJPയുടെ സമരം അവസാനിച്ചതേയുള്ളൂ. സമരത്തിൻ്റെ മറ്റ് തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. അതിനു മുമ്പാണ് പുതിയ പ്രസ്ഥാനം, സംഘടന രൂപം കൊണ്ടിരിക്കുന്നത്. E20 ജനതാ പാർട്ടി എന്ന പേരിൽ. E20 ജനതാ പാർട്ടി എന്ന പേരിൽ എന്താണ് ലക്ഷ്യം? പെട്രോളിൽ എത്തനോൾ കലർത്തുന്നതിന് എതിരെയുള്ള സമരമാണ്. ആരെയാണ് ലക്ഷ്യമിടുന്നത്? നിതിൻ ഗഡ്കരിയെ. നിതിൻ ഗഡ്കരി രാജിവെക്കണമെന്ന ആവശ്യമൊന്നും ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടില്ല. മന്ത്രി രാജിവെക്കണമെന്നല്ല E20 ജനതാ പാർട്ടിയുടെ ആവശ്യം. ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഉപഭോക്താക്കൾക്ക് ഏത് പെട്രോൾ തിരഞ്ഞെടുക്കണം എന്നതിന് പൂർണ്ണമായ അവകാശം തരണം. അത് ഞങ്ങളുടെ അവകാശമാണ്. പെട്രോളിൽ എത്തനോൾ കലർത്തിക്കോളൂ, അതിനൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷേ ഞങ്ങൾ ഏത് തിരഞ്ഞെടുക്കണം? അതുകൊണ്ട് എത്തനോൾ കലർത്താത്ത പെട്രോൾ, ഇത്ര ശതമാനം കലർത്തിയ പെട്രോൾ എന്നിങ്ങനെ ലേബൽ ചാർത്തിയായിരിക്കണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ. അതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാൻ, വാഹനങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾക്ക് അനുവാദം നൽകണം. അതാണ് ഞങ്ങളുടെ ആവശ്യം എന്നാണ് ഇപ്പോൾ E20 ജനതാ പാർട്ടി പ്രഖ്യാപിച്ചത്. 4 മണിക്കൂറായതേ ഉള്ളൂ. ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ 4000 ഫോളോവേഴ്സിനെ ലഭിച്ചു കഴിഞ്ഞു. വൻ മുന്നേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ നിതിൻ ഗഡ്കരിക്ക് പടിയിറങ്ങേണ്ടി വരും എന്ന് E20 ജനതാ പാർട്ടി അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു കഴിഞ്ഞു. ആരാണ് ഇതിന് പിന്നിലെന്നത് സംബന്ധിച്ച് പൂർണ്ണമായ വിവരം പുറത്തു വന്നിട്ടില്ല. നിതിൻ ഗഡ്കരിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ E20 ജനതാ പാർട്ടിയെ പിന്തുണക്കുന്നവർ കമൻ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അവർ കയറി നിരങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ആവശ്യം? അതും കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ധന സ്റ്റേഷനുകളിൽ 100% പെട്രോൾ വാങ്ങാനുള്ള ഓപ്ഷൻ പുനഃസ്ഥാപിക്കുക. ഉപഭോക്താക്കൾക്ക് അവർ എന്താണ് വാങ്ങുന്നതെന്ന് കൃത്യമായി അറിയാൻ സുതാര്യമായ ഇന്ധന ലേബലിംഗ് ഉറപ്പാക്കുക. വ്യത്യസ്ത ഇന്ധനങ്ങളുടെ ചെലവ്, നേട്ടങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ ഡാറ്റ പ്രസിദ്ധീകരിക്കുക. ഇതാണ് ആവശ്യങ്ങൾ. ഒന്നുകൂടി വായിക്കാം. ഇന്ധന സ്റ്റേഷനുകളിൽ 100% പെട്രോൾ വാങ്ങാനുള്ള ഓപ്ഷൻ പുനഃസ്ഥാപിക്കുക. ഉപഭോക്താക്കൾക്ക് അവർ എന്താണ് വാങ്ങുന്നതെന്ന് കൃത്യമായി അറിയാൻ സുതാര്യമായ ഇന്ധന ലേബലിംഗ് ഉറപ്പാക്കുക. വ്യത്യസ്ത ഇന്ധനങ്ങളുടെ ചെലവ്, നേട്ടങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ ഡാറ്റ പ്രസിദ്ധീകരിക്കുക. ഇതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സബ്സിഡിയോ സൗജന്യ ഇന്ധനമോ എത്തനോൾ മിശ്രിത ഇന്ധനങ്ങൾ പിൻവലിക്കണമെന്നോ ഞങ്ങൾ ഒരു ഉപഭോക്താവിന് ഏത് തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യം ഉയർത്തിയിരിക്കുന്നു E20 ജനതാ പാർട്ടി. 100% ശുദ്ധമായ പെട്രോൾ വാങ്ങാനുള്ള ഓരോ പൗരൻ്റെയും അവകാശത്തിനായി പോരാടുന്നു എന്നാണ് E20 ജനതാ പാർട്ടിയുടെ X അക്കൗണ്ടിൻ്റെ ബയോയിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ ഇന്ത്യക്കാരനും 100% പെട്രോൾ തിരഞ്ഞെടുക്കാനും വാങ്ങാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്നും പേജിൽ പറയുന്നു. എന്ന് വെച്ചാൽ E20 ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആവശ്യം പെട്രോളിൽ ഇന്ധനം കലർത്തുന്നത് സംബന്ധിച്ചാണ്. വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഇതിനൊന്നും എതിരല്ല. എത്തനോൾ കലർത്തിക്കോളൂ, അതിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ 100% എത്തനോൾ ഇല്ലാത്ത പെട്രോൾ അതും കൂടി ലഭ്യമാക്കണം. എത്ര ശതമാനമാണ് എത്തനോൾ കലർത്തുന്നത് പെട്രോളിൽ, അത് വ്യക്തമാക്കണം. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ത്, നേട്ടങ്ങളെന്ത്, അതിൻ്റെ ഡാറ്റ പൂർണ്ണമായും പ്രസിദ്ധീകരിക്കണം. ഇതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യായമായ ആവശ്യമാണ്. ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഡൽഹി ടാക്സി ആൻഡ് ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു. എത്തനോൾ കലർത്താനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണം, വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു, മൈലേജ് കുറയുന്നു തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. എന്നാൽ പെട്രോളിൻ്റെ ക്ഷാമം മൂലം പെട്രോൾ ഉപയോഗം കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ്
പെട്രോളിൽ എത്തനോൾ കലർത്തുന്നത് എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഇവിടെ ഏത് പെട്രോൾ വാങ്ങിക്കണം, ഏത് പെട്രോൾ ഉപയോഗിക്കണം, അത് ഒരു ഉപഭോക്താവിൻ്റെ താല്പര്യമാണ്, അവൻ്റെ അവകാശമാണ്. ഒരു തരത്തിലുള്ള പെട്രോൾ മാത്രമേ നൽകൂ, അത് തന്നെ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ കഴിയില്ല. ഇതാണ് E20 ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. അടുത്ത ദിവസം ദില്ലിയിൽ പാർലമെന്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡൽഹി ടാക്സി ആൻഡ് ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. ഓഗസ്റ്റ് 4-നാണ് ഇപ്പോൾ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടുകൂടി ഈ സമരം വലിയൊരു പ്രസ്ഥാനമായി, മൂവ്മെന്റായി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രസ്ഥാനം പോലെ വളരുമോ എന്നതാണ് അറിയാനുള്ളത്. വാഹന ഉടമകൾ, ഡ്രൈവർമാർ, വാഹനവുമായി ബന്ധപ്പെട്ട് അനുബന്ധ ജോലികളിൽ ഏർപ്പെട്ടവർ എല്ലാവരും ഈ മൂവ്മെൻറ്റുമായി സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു. വിദ്യാർത്ഥി സമരം പോലെയല്ല, യുവജന സമരം പോലെയല്ല. യുവജനങ്ങളും വിദ്യാർത്ഥികളും അടക്കമുള്ളവർ, വാഹനം ഉപയോഗിക്കുന്നവർ, ബൈക്ക് ഉപയോഗിക്കുന്നവർ എല്ലാവരും ഈ സമരത്തോടൊപ്പം ചേരാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തിയ സമരത്തേക്കാൾ വലിയ സമരമായിരിക്കും നടക്കാൻ പോകുന്നത് E20 ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ. വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഈ പ്രസ്ഥാനം വളരുമോ, അതല്ല പ്രസ്ഥാനം തുടക്കത്തിൽ തന്നെ അവസാനിക്കുമോ എന്ന്. എന്തായാലും സർക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. കാരണം അവരുടെ മുന്നിൽ ഒരു അനുഭവമുണ്ട്. ഇനിയും കൈയും കെട്ടി നോക്കി നിന്നാൽ, അവഗണിച്ചു വിട്ടാൽ അപകടകരമാകുമെന്ന് കൃത്യമായി അറിയാം സർക്കാരിന്. അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ മുള നുള്ളിക്കളയാനുള്ള നീക്കങ്ങൾ നടത്തും സർക്കാർ. E20 ജനതാ പാർട്ടി അതിജീവിക്കും എന്നതിനെക്കുറിച്ചാണ് ഇനി അറിയാനുള്ളത്. വരും ദിവസങ്ങളിൽ വലിയ ചർച്ച E20 ജനതാ പാർട്ടിയെ കുറിച്ചായിരിക്കും. രാഷ്ട്രീയ പാർട്ടികൾ ഇതുവരെ നിലപാടൊന്നും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ മാറി നിൽക്കാനും കഴിയില്ല. കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സമരത്തോടൊപ്പം ചേരേണ്ടി വന്നതുപോലെ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഈ സമരത്തോടൊപ്പവും ചേരേണ്ടി വരും എന്നാണ് E20 ജനതാ പാർട്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്.